ഈ കാണുന്ന കുഞ്ഞു കുപ്പീനെ നമുക്കത് ഇങ്ങനെ ഒന്ന് മാറ്റിയെടുത്താലോ. ആദ്യം തന്നെ കുപ്പിയുടെ മുകൾ ഭാഗത്തുള്ള സംഭവമൊക്കെ കേട്ടോ ഞാൻ ചെയ്തത്. അതായത് ആ പൂവുണ്ടല്ലോ, ആ പൂവിന് വേണ്ടിയിട്ട് ഒരു 8 ഇതൾ ഞാൻ ക്ലേ വെച്ചാട്ടോ ചെയ്തത്. ഈ 8 ഇതളുകളും ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒട്ടിച്ചു കൊടുത്തു. മേളായിട്ട് മുകളിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ക്ലേ എടുത്ത് അടപ്പിൽ തേച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം 4 ഇതളെടുത്ത് ഞാൻ അതിൽ ഒട്ടിച്ചു വെച്ചു. ചെറുതായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ ബാക്കി 4 അതിൻ്റെ മുകളിൽ ഒട്ടിക്കുക ചെയ്തത്. ഒന്ന് ഉറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടൂത്ത് പിക്ക് അതിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം സമയം എടുത്താട്ടോ ഈ സാധനം ഡ്രൈ ആയിട്ട് കിട്ടിയത്. ഇതെടുത്ത് ഒട്ടിക്കുമ്പോൾ മാക്സിമം പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുകയായിരിക്കും. കാരണം ഇതിൽ വളരെ നൈസായിട്ടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ അത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ സെക്ഷൻ വെച്ചിട്ട് കുറച്ച് ഡ്രൈ ആയതിന് ശേഷം മുകൾ ഭാഗത്ത് ഞാൻ വെച്ച കേട്ടോ. മുകൾ ഭാഗത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. കാരണം അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ബൗളിൻ്റെ മേളിലാട്ടോ അത് സെറ്റ് ചെയ്തത്. പിന്നെ മേളിലൊരു തണ്ട് പോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ കുപ്പിയിൽ ഒരു ചെറിയൊരു വാതിലും 2 ജനലൊക്കെ ആയിട്ട് ഞാൻ ക്ലേ വെച്ച് തന്നെ ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ ഡ്രൈ ആയിട്ടാണ് പിന്നെ ചെയ്തത്. പിന്നെ രണ്ടും ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഒന്നും കൂടി വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഫ്ലവറിന് ഞാനൊരു പിങ്ക് കളർ കൊടുത്തു. പക്ഷേ ആ പിങ്ക് കളർ കൊടുത്തപ്പം അത്ര ഒരു എടുപ്പ് കിട്ടാത്തതുകൊണ്ട് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡും കൂടി ചേർത്ത് ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ. അകത്തും പുറത്തുമായിട്ട് ഫുള്ളായിട്ട് ഞാനത് കൊടുത്തു. പിന്നെ അകത്ത് വലിയ ഷെയ്ഡായിട്ട് ഡാർക്ക് ഷെയ്ഡ് ഞാൻ കൊടുത്തില്ല. പുറത്ത് മാത്രമാണ് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തത്. പുറത്തുനിന്നാണല്ലോ കാണാം. റെഡ് കളർ എടുത്ത് ഞാൻ ആ ഇതളിൻ്റെ അറ്റത്ത് ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഫുള്ളായിട്ടല്ല, അറ്റത്ത് മാത്രം. ഇപ്പോൾ ഞാൻ യെല്ലോ ഷെയ്ഡാട്ടോ കൊടുത്ത്. യെല്ലോ ഫുള്ളായിട്ട് കൊടുത്തിട്ട് ആ വാതിലും ആ ജനലിനും കൂടി ബ്രൗൺ കളർ കൊടുത്തു. താഴെ പുല്ല് പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ലേ വെച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ കുത്തുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കളർ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടന്നുകൊണ്ട് അവിടെ കുറച്ച് ക്ലേ വെച്ച് തന്നെ ഒരു വള്ളി പോലെ ഒന്നുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒട്ടിച്ച് വെച്ചു. പിന്നെ 2 മഷ്റൂം ഞാൻ ഇത് ഉണ്ടാക്കിയത് ഗ്ലൂ ഗൺ വെച്ചിട്ടാട്ടോ ഈ മഷ്റൂം ഉണ്ടാക്കിയത്. ചെറുതായിട്ട് ക്ലേ പരത്തിയിട്ട് അതിൻ്റെ മേളിലാണ് ഞാൻ കുപ്പി വെച്ചത്. എന്നിട്ട് ഗ്രീൻ കളറും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ലൈറ്റും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക.